കേരളത്തിലെ സർക്കാർ ഭരണ സംവിധാനം വലിയൊരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. ആഴ്ചയിൽ 6 പ്രവൃത്തി ദിവസങ്ങൾ എന്നത് 5 ആക്കി കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഈ നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ദശാബ്ദങ്ങളായി ജീവനക്കാർ ഉന്നയിക്കുന്ന ഈ ആവശ്യം നടപ്പിലാക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യക്ഷമതയെയും സാമ്പത്തിക ഭദ്രതയെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവമായ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. നിലവിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആഴ്ചയിൽ ശരാശരി 42 മണിക്കൂറാണ് ഒരു ജീവനക്കാരന്റെ പ്രവൃത്തി സമയം. എന്നാൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും IT ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലകളിലും നിലവിലുള്ള 5 പ്രവൃത്തി ദിനം എന്ന മാതൃക സംസ്ഥാന സർവീസിലും വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ജോലിഭാരവും യാത്രാക്ലേശവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത നിലനിർത്താൻ ആഴ്ചയിൽ 2 ദിവസം അവധി അത്യാവശ്യമാണെന്ന വാദമാണ് സംഘടനകൾ ഉയർത്തുന്നത്. ഭരണപരമായ നേട്ടങ്ങൾ പ്രവൃത്തി ദിനങ്ങൾ 5 ആക്കി കുറയ്ക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ലാഭത്തിന് വഴിതെളിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ആഴ്ചയിൽ 1 ദിവസം കൂടി ഓഫീസുകൾ അടച്ചിടുന്നതിലൂടെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. കൂടാതെ ജലം, ടെലിഫോൺ, മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിലും വലിയ കുറവുണ്ടാകും. ആയിരക്കണക്കിന് സർക്കാർ ഓഫീസുകൾ ഒരു ദിവസം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഊർജ്ജ ഉപഭോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. ഇത് പാരിസ്ഥിതികമായും ഗുണകരമാണ്. തുടർച്ചയായി 5 ദിവസം ജോലി ചെയ്യുകയും 2 ദിവസം വിശ്രമിക്കുകയും ചെയ്യുന്നത് ജീവനക്കാരുടെ ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഫയലുകൾ തീർപ്പാക്കുന്നതിലെ വേഗത കൂട്ടാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. കുറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യുമ്പോൾ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ജീവനക്കാർ നിർബന്ധിതരാകും. ഇത് ആധുനികമായ സ്മാർട്ട് വർക്കിംഗ് രീതിയിലേക്ക് മാറാൻ ഭരണകൂടത്തെയും സഹായിക്കും. പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കുമ്പോൾ ആഴ്ചയിലെ മൊത്തം ജോലി സമയത്തിൽ കുറവുണ്ടാകാതിരിക്കാൻ പ്രതിദിന ജോലി സമയം വർദ്ധിപ്പിക്കും. നിലവിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി രാവിലെ നേരത്തെ തുടങ്ങുകയോ വൈകിട്ട് കൂടുതൽ സമയം നീട്ടുകയോ ചെയ്യാനാണ് ആലോചന. ഒരു ദിവസം കുറയുമ്പോൾ ആഴ്ചയിൽ 7 മണിക്കൂറിന്റെയും മാസത്തിൽ 21 മണിക്കൂറിന്റെയും വർഷത്തിൽ 36 ദിവസത്തെയും കുറവുണ്ടാകും. ഇത് പരിഹരിക്കാൻ ഓരോ പ്രവൃത്തി ദിവസവും 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ അധികമായി ജോലി ചെയ്യേണ്ടി വരും. ഈ പരിഷ്കാരത്തെ മിക്ക സംഘടനകളും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ചില കർശന നിബന്ധനകൾ അവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. പ്രവൃത്തി ദിവസം 5 ആക്കുന്നതിന്റെ പേരിൽ നിലവിലുള്ള പൊതു അവധികളോ 20 ദിവസത്തെ കാഷ്വൽ ലീവോ വെട്ടിക്കുറയ്ക്കാൻ അനുവദിക്കില്ലെന്നും സംഘടനകൾ വ്യക്തമാക്കി. അധിക സമയം ജോലി ചെയ്താണ് ഒരു ദിവസം അവധി നേടിയെടുക്കുന്നത് എന്നതിനാൽ ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക ഔദാര്യമല്ലെന്നാണ് സെറ്റോ പോലുള്ള സംഘടനകളുടെ നിലപാട്. ജോയിന്റ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, എംപ്ലോയീസ് അസോസിയേഷൻ, NGO സംഘ് തുടങ്ങിയ സംഘടനകൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളെ ശക്തമായി എതിർക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായ സാഹചര്യത്തിൽ ഇത്തരമൊരു പരിഷ്കാരം സർക്കാരിന് ആശ്വാസമാകും. പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഭരണച്ചെലവിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും കരുതുന്നുണ്ട്. കൂടാതെ ശനിയാഴ്ചകളിൽ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയുന്നത് വഴി ഇന്ധനം ലാഭവും റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും സാധിക്കും. ഈ മാറ്റം സാധാരണക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായ പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. ശനിയാഴ്ചകളിൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കില്ല എന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും ബാക്കിയുള്ള 5 ദിവസങ്ങളിൽ ഓഫീസുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത് ഗുണകരമാകും. ജോലിക്ക് പോകുന്നവർക്ക് രാവിലെ നേരത്തെ ഓഫീസിലെത്താനോ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ കയറാനോ ഇത് അവസരമൊരുക്കും. എന്നാൽ ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഈ മാറ്റം പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ. കേരളത്തിന്റെ സിവിൽ സർവീസിനെ കൂടുതൽ ആധുനികവൽക്കരിക്കാനുള്ള ഒരു ചുവടുവെപ്പായി ഈ നീക്കത്തെ കാണാം. ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെ കൂടുതൽ ലാഭകരമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസത്തെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. എങ്കിലും അവധി ദിവസങ്ങളുടെ എണ്ണത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുക എന്നതും സേവനങ്ങളുടെ വേഗത കുറയാതെ നോക്കുക എന്നതുമായിരിക്കും സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി.